എല്ലാവർക്കും നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭഗവാൻ മഹാദേവന്റെ പഞ്ചഭൂത ലിംഗങ്ങളെ ശിവരാത്രി ആവുമ്പോഴേക്കും പൂർത്തിയാക്കുക, മനസ്സുകൊണ്ടൊരു തീർത്ഥാടനം അവിടെയൊക്കെ നടത്തുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഭഗവാന്റെ ഭൂമിലിംഗം, ജലലിംഗം, വായുലിംഗം, അഗ്നിലിംഗം എന്നീ സ്ഥലങ്ങളിൽ മനസ്സുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് പോയി തൊഴുതു വന്നു. ഇനി അവശേഷിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ ആകാശം മാത്രമാണ്. ഇന്നേ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ മനസ്സുകൊണ്ട് ആ ക്ഷേത്രത്തിൽ പോയി തൊഴാൻ വേണ്ടി ശ്രമിക്കുന്നത് ആകാശ രൂപത്തിൽ ഭഗവാന്റെ ചൈതന്യമിരിക്കുന്ന സ്ഥലത്താണ്. മറ്റെവിടെയല്ല, തില്ലൈവനം എന്ന് പേര് കേട്ട സാക്ഷാൽ ചിദംബരത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരും ആകാശരൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്ന ആ ചിദംബരേശ്വരനായിട്ടുള്ള ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കുക. ആകാശം തന്നെ ഭഗവാന്റെ വസ്ത്രമായിട്ട് മാറിയിട്ടുള്ള സ്ഥലം, ദിക്കുകളെ ഭഗവാൻ വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം, അതാണ് ചിദംബരം. അവിടെ നടരാജനായിട്ടാണ് ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്നത്. താണ്ഡവമൂർത്തിയാണ്. ഏതൊക്കെ അറിവുകൾ ഈ ലോകത്തുണ്ടോ, നൃത്തം, സംഗീതം, ഭാഷ, ആയുർവേദം, ജ്യോതിഷം, ഇങ്ങനെ എന്തൊക്കെ അറിവുകൾ ലോകത്തുണ്ടോ അതൊക്കെ നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ളത് ലോകത്തിൻ്റെ മുഴുവൻ ഗുരുനാഥനായിട്ടുള്ള ആ സാക്ഷാൽ മഹാദേവനാണ്. അദ്ദേഹത്തിൻ്റെ ആകാശരൂപത്തിലുള്ള ലിംഗമിരിക്കുന്ന സ്ഥലമാണ് തില്ലൈവനം അല്ലെങ്കിൽ ചിദംബരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ മഹാക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ നടരാജനായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്താണ് ആ ക്ഷേത്രത്തിൻ്റെ ആ നടരാജഭാവത്തിൻ്റെ പ്രാധാന്യം? ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള രണ്ട് ശിവഭക്തന്മാർ, സാക്ഷാൽ പതഞ്ജലി മഹർഷിക്കും ഒപ്പം തന്നെ വ്യാക്രപാത മഹർഷിക്കും ഭഗവാൻ നൃത്തം ചെയ്തുകൊണ്ട് ഭഗവാന്റെ സ്വരൂപം കാണിച്ചു കൊടുത്ത സ്ഥലം തില്ലൈവനം, സാക്ഷാൽ ചിദംബരം. അവിടെയാണ് ഭഗവാന്റെ ആ ഭാവമുള്ളത്. ഒരിക്കൽ വൈകുണ്ഠത്തിൽ ഭഗവാൻ നാരായണൻ യോഗനിദ്രയിൽ ഇങ്ങനെ കിടക്കുകയാണ് അനന്തന്റെ പുറത്ത്. അനന്തൻ എല്ലാ സമയവും ഭഗവാന്റെ മുഖത്തേക്ക് മാത്രമേ നോക്കാറുള്ളൂ. ആ ഭഗവാന്റെ മുഖത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ആളാണ് സാക്ഷാൽ സംകർഷണൻ അനന്തൻ. അപ്പോൾ ഭഗവാന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം, ഭഗവാൻ സന്തോഷം കൊണ്ട് കരയാണോ എന്ന് പോലും അനന്തന് തോന്നിയെന്നാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഭഗവാൻ തിരിച്ചു വന്ന സമയത്ത് നാരായണനോട് അനന്തൻ ചോദിക്കുന്നുണ്ട്, ഭഗവാനെ, അങ്ങ് എന്തിനാണ് ഇത്രയധികം സന്തോഷിച്ചിരുന്നത്? അങ്ങ് ഇങ്ങനെ സന്തോഷിക്കുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഭഗവാൻ സൗമ്യനായിട്ട് ഉത്തരം കൊടുക്കുന്നു, അനന്ത, ഞാൻ മഹാദേവന്റെ ആനന്ദ നടനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷമാണ് എൻ്റെ മുഖത്ത് പ്രതിഫലിച്ചത്. അപ്പോൾ ഭഗവാനെ, എനിക്കും അദ്ദേഹത്തിൻ്റെ ആ നടനം, ആ ലോകപ്രശസ്തമായിട്ടുള്ള ഏതൊരാളും കാണാൻ കാത്തിരിക്കുന്ന, കൊതിക്കുന്ന ആ ആനന്ദ താണ്ഡവം കാണാനുള്ളൊരു ഭാഗ്യം എനിക്കും എന്തെങ്കിലും ഉണ്ടാവോ എന്ന് അനന്തൻ പ്രാർത്ഥിച്ചു എന്നാണ്. ഭഗവാന്റെ ഇച്ഛ കൊണ്ട്, സാക്ഷാൽ നാരായണൻ്റെ കൃപ കൊണ്ട് അദ്ദേഹമാണ് പതഞ്ജലി മഹർഷിയായിട്ട് പുനർജനിച്ചത് എന്നാണ് സങ്കല്പം. അങ്ങനെയുള്ള ആ പതഞ്ജലി മഹർഷിക്കും സാക്ഷാൽ വ്യാക്രപാത മഹർഷിക്കും ഭഗവാൻ നൃത്തം ചെയ്തുകൊണ്ട് ആ ഭഗവാന്റെ രൂപം കാണിച്ചു കൊടുത്ത സ്ഥലമാണ് ചിദംബരം, തില്ലൈവനം. അവിടുത്തെ വിഗ്രഹം നടരാജനാണ് എന്ന് ഞാൻ പറഞ്ഞു. ഭഗവാന്റെ ആ വിഗ്രഹം ഉണ്ടായതിലും രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവിന് ശിവലിംഗത്തിലുള്ള ആരാധന പോരാ, ഭഗവാന്റെ രൂപം തന്നെ പ്രതിഷ്ഠിക്കണം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ രാജ്യത്തുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ശില്പിയെ കൊണ്ടുവന്നു, വേണ്ട ലോഹങ്ങളൊക്കെ കൊടുത്തു. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു മഹാക്ഷേത്രം നിർമ്മിക്കാൻ പോവുകയാണ്, അവിടെ പ്രതിഷ്ഠിക്കാൻ ഒരു ശിവന്റെ ഏറ്റവും തേജസ്സുള്ള ഒരു പ്രതിമ വേണം, ഒരു വിഗ്രഹം വേണം, അത് അങ്ങ് ഉണ്ടാക്കി തരണം. അതിന് വേണ്ട സാമഗ്രികളൊക്കെ ഞാൻ തരുന്നുണ്ട്, പക്ഷെ ഇത്രാം തീയതിക്കുള്ളിൽ, ഇത്ര സമയത്തിനുള്ളിൽ എനിക്കിത് അങ്ങ് നിർമ്മിച്ചു തരണം എന്ന രാജകൽപ്പനയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പം അദ്ദേഹം അത് സന്തോഷത്തോടു കൂടി, അദ്ദേഹത്തിന് ലഭിച്ചൊരു ഭാഗ്യമാണല്ലോ എന്നൊക്കെ കരുതിയാണ് അത് ഏറ്റുവാങ്ങിയത്. പക്ഷേ ഇതിൻ്റെ ജോലി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് വളരെ എളുപ്പം നടക്കുന്ന ഒന്നല്ല. കാരണം എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ ലോഹം കൂടുന്നില്ല, അത് വേറെ വേറെ ആയിട്ട് കിടക്കുക. ആ വിഗ്രഹം ഒരു രൂപത്തിൽ കിട്ടുന്നില്ല. അങ്ങനെ ഓരോ ദിവസവും ഈ പാവം ശില്പി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പാവം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്, അവർ രണ്ടുപേരും നടന്ന് ശ്രമിക്കുന്നു. അങ്ങനെ വിഗ്രഹം കൊടുക്കേണ്ട ദിവസത്തോടടുത്തപ്പോൾ അതിയായിട്ടുള്ള ഭയം വന്നു. ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. പൂർത്തിയായില്ല എന്നുണ്ടെങ്കിൽ മഹാരാജാവ് തലവെട്ടും, അല്ലെങ്കിൽ നാട് കടത്തും. ആ ഗതികേടിന് നമ്മൾ നിന്നു കൊടുക്കണോ? നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും ഒളിച്ചോടി പോവല്ലേ എന്ന് ചോദിച്ചു. ശില്പി പറഞ്ഞു, നമുക്ക് ഒരു തവണ കൂടെ നോക്കാം, ഒറ്റ തവണ കൂടെ ശ്രമിച്ചിട്ട് ശരിയായില്ലെങ്കിൽ
നമുക്ക് രാത്രിക്ക് രാത്രി ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം, ജീവനെങ്കിലും ബാക്കി കിട്ടട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഓടുരുകാനായിട്ട് അവരവരുടെ മൂശയിൽ വെച്ചിരിക്കുകയാണ്. അത് കാത്തിരിക്കുന്ന സമയത്ത് എവിടെ നിന്നറിയില്ല, 2 ഭിക്ഷക്കാരായിട്ടുള്ള ദമ്പതിമാർ, ഒരാൾക്കൊരു 10, 50, 55 വയസ്സ് പ്രായം, ഒരാൾക്കൊരു 40, 35 വയസ്സ് പ്രായം. 55 വയസ്സുള്ളൊരു പുരുഷനും ഒരു 35 വയസ്സുള്ള സ്ത്രീയും. അവരെ കണ്ടറിയാം അവർ ഭാര്യയും ഭർത്താക്കന്മാരുമാണെന്ന്. ഞങ്ങൾക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ ആ ഗ്രാമത്തിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് അവരിങ്ങനെ നടന്നു വരികയാണ്. വേറെ വീടുകളിലേക്ക് ഒന്നും അവർ പോകുന്നില്ല. നേരെ ഈ ശില്പിയുടെ വീട്ടിലേക്ക് കയറി ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം തരണം എന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ രാജാവിന് വേണ്ടി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഓട് ഉരുക്കി കഴിഞ്ഞ് ഞങ്ങൾ ബുദ്ധിമുട്ടിലാവും, അതുകൊണ്ട് ഇതൊന്ന് ഉരുകിയിട്ട് ഞങ്ങൾ വേണ്ട രീതിയിൽ ഭക്ഷണം തരാം. അപ്പോൾ ഈ വൃദ്ധനായിട്ടുള്ള ഭിക്ഷക്കാരൻ അവരോട് മുഴുവൻ ചീത്ത പറഞ്ഞു. നിങ്ങൾക്ക് ഇതാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ള ധർമ്മം? ഒരാൾ വിശന്ന് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഭക്ഷണം കൊടുക്കല്ലേ ആദ്യം വേണ്ടത്, അതല്ലാണ്ട് ജോലി നോക്കുകയാണോ? നിങ്ങൾ എന്ത് മനുഷ്യരാണ്? ഞങ്ങൾ ഇവിടെ കിടന്ന് ഭക്ഷണം കിട്ടാതെ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളാണ് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയാൻ തുടങ്ങി. ഇത് കേട്ട് സഹിക്കാതെ ഈ ശില്പിയുടെ ഭാര്യ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് വീടിനകത്തേക്ക് കയറിപ്പോയി. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഈ ഒരു ശില്പിയുടെ ഭാര്യ തിരിച്ചു കാണുന്നില്ല. അപ്പോൾ ഇവിടെ വീണ്ടും ബഹളം തുടങ്ങി. നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും തരില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബഹളം വെക്കുന്നത് കണ്ടപ്പോൾ ശില്പിക്കും തോന്നി എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുക തന്നെ, ഇവിടെ ആണെങ്കിൽ കാണുന്നുമില്ലല്ലോ എന്ന് കരുതി അദ്ദേഹവും വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. രണ്ടുപേരും ചേർന്ന് ഭക്ഷണമൊക്കെ എടുത്ത് വരുന്ന സമയത്ത് അവർ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ആ വൃദ്ധനായിട്ടുള്ള ഭിക്ഷക്കാരൻ നേരെ അവരുടെ പണിശാലയിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്ന് അവിടെ ഉരുകാൻ വെച്ചിരുന്ന ആ ഓട്, ആ ശില്പത്തിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ലോഹം അതിങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് സ്വന്തം കൈകൊണ്ട് ഇങ്ങോട്ട് എടുത്ത് വാ തുറന്ന് അതങ്ങോട്ട് കുടിച്ചു, വിശപ്പ് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ആ നടരാജ രൂപത്തിൽ അദ്ദേഹം ആ കാൽപാദം പൊക്കിയ ഒരു നൃത്തം അങ്ങോട്ട് നിന്നു എന്നാണ്. അത് അങ്ങനെയും കൂടെ ഉറച്ച് ഒരു ശിലയായി മാറുകയും അത് ചിദംബരത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയാവുകയും ചെയ്തു. ഒപ്പം ദേവി ശിവകാമി എന്ന പേരിൽ അമ്മയുടെ ആ ഒരു പ്രതിഷ്ഠയും അവിടെ ഉണ്ടായി എന്നാണ്. അപ്പോൾ നോക്കൂ, ഭഗവാൻ തന്നെ സ്വയം ഇറങ്ങി വന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വിഗ്രഹമാണ് ചിദംബരത്തെ. അത് ആകാശ തത്വമാണ് അതിനകത്തിരിക്കുന്നത്. മനസ്സിനെയാണ് എപ്പോഴും ആകാശതത്വം കൊണ്ട് നിർണ്ണയിക്കാറുള്ളത്. ചിത്തമാണ് ആകാശം എന്നാണ്. ആ ചിത്തമാകുന്ന ആകാശത്തിൽ കുടികൊള്ളുന്ന ആ ചിദംബരേശ്വരനെ നമസ്കരിച്ചുകൊണ്ട് ഈ വരാൻ പോകുന്ന ശിവരാത്രിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. കഴിയാവുന്ന അത്ര തവണ പഞ്ചാക്ഷരം ചൊല്ലാം. ശിവരാത്രി ദിവസം ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാ കർമ്മങ്ങളും നമുക്ക് എല്ലാവർക്കും ചെയ്യാനുള്ള അവസരം മഹാദേവൻ്റെ കൃപ കൊണ്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.